അപ്പോൾ അസ്സലാമലൈക്കും, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചൊവ്വാഴ്ചത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നത്. ചൊവ്വാഴ്ച എന്തൊക്കെയാണ് ഓർഡർ ഉണ്ടായതെന്ന് നമുക്കൊന്ന് കണ്ടോക്കിയാലോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണാം. രാവിലെ തന്നെ ഞാൻ എണീറ്റ് വരുമ്പോൾ തന്നെ കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. അനിയത്തി ഹാഫ് മൂണിന് വേണ്ടിയിട്ട് അതിൻ്റെ മാവൊക്കെ പരത്തി സെറ്റാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ബിരിയാണിൻ്റെ മസാല റെഡിയാക്കുന്നുണ്ട്. ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. മസാല വാട്ടാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടാണ് അവൾ ഹാഫ് മൂണിന് പരത്തിയെടുക്കുന്നത്. ഉച്ചക്കേക്ക് കുട്ടികൾക്ക് ഫുഡ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു തട്ടിക്കോട്ട് ചെമ്മീൻ ബിരിയാണിയാണ്. അങ്ങനെ ഓള പണിയൊക്കെ പകുതിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പണി ഇനി സ്റ്റാർട്ട് ചെയ്യണം. അത് ആദ്യം തന്നെ ഞാൻ അപ്പച്ചമ്പിൽ പഴമൊക്കെ പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു അത്യാവശ്യം പഴുപ്പില്ല പഴയതുകൊണ്ടാണ് ആവിക്ക് പുഴുങ്ങിയെടുക്കുന്നത്. വെള്ളത്തിലിട്ട് പുഴുങ്ങിയാൽ നല്ലോണം ഒന്ന് ഉടഞ്ഞ് ഇതാകും, അതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ ചായക്ക് വേണ്ടിയിട്ടുള്ള പഴമൊക്കെ വാട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ വെള്ളം ഞാൻ മെൽറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കാരപ്പത്തിനും ഓർഡർ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഞാൻ കഴുകി ഇതാ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചോറൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ അരി അരക്കുന്നതാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾ വിചാരിക്കും എപ്പോഴും ഒരു പഴം വാട്ടിയതും ചായയും കുടിക്കുന്നത് ഇങ്ങനെ കാട്ടിത്തീരുന്നതാണ്. നിങ്ങൾക്കും ഒരു മടുപ്പുണ്ടാവില്ലേ? അപ്പോൾ പിന്നെ അതൊഴിവാക്കി ഞാൻ പിന്നെ ഇതാ ഞാൻ കാരയപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് റെഡിയാക്കി എടുക്കുകയെന്ന്. അത് ചുടുന്നത് കുറച്ച് സമയം ഒന്ന് വെക്കണമല്ലോ, ഒരു 2-3 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അതിനുവേണ്ടി അതിലേക്ക് എള്ളും പിന്നെ കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് അത് സെറ്റാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു തട്ടിക്കോട്ട് ബിരിയാണി അതും റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ നാസ്തക്ക് വേണ്ടിയിട്ടുള്ള പുട്ടും റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഓളെ ചെറുതിന് ബിരിയാണി മതി, പിന്നെ പുട്ട് വേണ്ടാന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് വിളമ്പി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതാ പഴമൊക്കെ സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റി കളഞ്ഞിട്ട് മാറ്റി വെക്കുകയെന്ന്. അപ്പോൾ മോള് വന്നിട്ട് പറഞ്ഞു സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് റെഡിയാക്കി തന്നു, പാത്രത്തിൽ ഇട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ പാത്രത്തിൽ വിളമ്പി കൊടുക്കുകയെന്ന്. അങ്ങനെ അവൾക്ക് അതും കൊടുത്തതിന് ശേഷം ഞാൻ വീണ്ടും ഇതാ നമ്മുടെ പഴത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ പഴമൊക്കെ ഗ്രൈൻഡറിലിട്ട് അരച്ചെടുക്കുന്നു. മിനിയാന്നൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിനി എല്ലാ തരം പഴത്തിനെ കൊണ്ടും കായട ഉണ്ടാക്കാൻ പറ്റുമോ, അല്ല നാടൻ പഴം തന്നെ വേണമെന്ന്. അങ്ങനെയൊന്നും നമുക്കില്ല. ഏത് പഴം കിട്ടിയാലും നമ്മൾ കായട ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ഇന്ന പഴം വേണമെന്നൊന്നുമില്ല. എല്ലാ പഴത്തിനെയും ഞങ്ങളങ്ങ് മെരുക്കിയെടുക്കലാണ്. പിന്നെ അതിനുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ വേണമെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ഏത് തരം പഴം കൊണ്ടും കായട ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഇതാ കായടൊക്കെ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് വേഗം ഞാൻ പാക്ക് ചെയ്തിട്ട് ഫ്രീസറിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റിക്കർ തീർന്നിട്ടുണ്ട്. എൽബി സ്നാക്കിൻ്റെ സ്റ്റിക്കർ ഇതായി തിരക്കിൻ്റെ ഇടയിൽ തന്നെ അതും തീർന്നുപോയി. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, ടാപ്പ് എടുത്തിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുകയെന്ന്. ഒരു മെനയില്ല അല്ലേ കാണാൻ. നമ്മുടെ ആ പേരും ഇതൊക്കെ വരുമ്പോൾ ഒരു പ്രത്യേക മൊഞ്ചുണ്ടായിട്ടുണ്ട്. ഇനി ആ മൊഞ്ച് പോയി, എന്നാലും കുഴപ്പമില്ല. നമുക്ക് സ്റ്റിക്കർ അടിക്കാൻ വേണ്ടിയിട്ട് വാട്സപ്പിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. വൈകുന്നേരം നമുക്ക് സ്റ്റിക്കർ നമ്മളെ വീട്ടിലേക്ക് റെഡി ആയിട്ട് എത്തുന്നതാണ്. അപ്പോൾ പിന്നെ ആ കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ച കാരപ്പുല്ലേ അതാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ എല്ലാവരും പോയി, എല്ലാ തിരക്കും കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങനെ പാട്ടും വെച്ചിട്ടായി നമ്മുടെ പരിപാടി. അങ്ങനെ ഇതാ കാരപ്പം ഓരോ റൗണ്ടും ഇങ്ങനെ ചുട്ട് എടുക്കുകയെന്ന്. കാണുമ്പം തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടല്ലോ. ഞാൻ അപ്പം ചുടുന്നതിന് മുന്നേ തന്നെ ഇടയ്ക്കിടയ്ക്കേ ഇങ്ങനെ കാരപ്പം ചുട്ടുകൊടുക്കും. എനിക്ക് എന്താണെന്നറിയില്ല, ഇതിനോട് ഒരു വല്ലാത്തൊരു മുഹബത്താണ്. ഇങ്ങനെ ചുടാൻ വേണ്ടിയിട്ട് നല്ല സ്പീഡിൽ ഇങ്ങനെ ചുട്ടെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ, അതുകൊണ്ടായിരിക്കണം. പഴംപൊരിനേക്കാളും സ്പീഡ് ഉണ്ടാകല് കാരയപ്പം ചുട്ടെടുക്കാനാണ്. ഇടയ്ക്കിടയ്ക്കേ ഉണ്ടാക്കി ഇങ്ങനെ പള്ളിയിലൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഞാൻ കാരയപ്പം ചുടുന്ന സമയം കൊണ്ട് അനിയത്തി ഇതാ പരിപ്പിൻ്റെ പിരിയുടെ ഓർഡർ ഉണ്ടായിന്. അപ്പോൾ ഓള് അത് ഉണ്ടാക്കി എടുക്കുകയെന്ന്. അതിൻ്റെ പരത്തലും മുറിക്കലും ഒക്കെ ഓളന്നെ. അതിൻ്റെ പണ്ടൊക്കെ നേരത്തെ റെഡിയാക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾ അതിൻ്റെ പണി തകൃതിയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറേ ആൾക്കാർ പറയലുണ്ട് അത് മുറിച്ചിട്ട് വെച്ചാൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നതാണ്. ഓളിപ്പാട് വെച്ചടിക്കുകയും ഒട്ടിപ്പിടിച്ചതായിട്ട് നിങ്ങൾക്ക് കണ്ടിനോന്നറിയില്ല. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ കണ്ടതാണ്, അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്. അത് എല്ലാവർക്കും സംഭവിക്കുന്നത് തന്നെയാണ്. നമ്മൾ കുഴച്ചത് കുറച്ച് ലൂസായാൽ അത് അതുപോലെ മുറിച്ചിട്ട് അട്ടിക്കിട്ട് വെച്ചാൽ ഒട്ടിപ്പിടിക്കും. ഒരു പാകത്തിൻ്റെ ഈൽ കുഴച്ചാൽ എത്ര അട്ടിക്ക് വെച്ചാലും അതങ്ങനെ ഒട്ടിപ്പിടിക്കില്ല. അങ്ങനെ എൻ്റെ കാരയപ്പൻ ചുടലൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി ക്ലീനാക്കി കഴിഞ്ഞതിന് ശേഷം ഞാനിതാ കോണിന് ഓർഡർ ഉണ്ട്. അപ്പോൾ പിന്നെ കോൺ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്യാരറ്റ്, ക്യാപ്സിക്കം, ക്യാബേജ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് പിന്നെ ഹസ്ബൻഡ് അതൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. പിന്നെ ഇതാ ഓള് ഹാഫ് മൂണും ബിരിയാണിയും
ഒക്കെ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കൊടുക്കേണ്ട സാധനം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി കോണേ ബാക്കിയുള്ളൂ കൊടുക്കാനാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ അതിൻ്റെ ആൾ വന്നിട്ടുണ്ട് കാരയപ്പം ഹാഫ് മൂണും വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ഒന്ന് പേക്കാക്കിയിട്ട് കൊടുക്കുകയായിരുന്നു. കാരയപ്പം 1.5 കിലോന് പറഞ്ഞതാണ്. അപ്പോൾ ഞാനത് തൂക്കിയിട്ട് ഇങ്ങനെ ബോക്സിലേക്ക് ഇട്ട് കൊടുക്കിയതിന്. പിന്നെ ഇതാ ഹാഫ് മൂണും അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് ഒരു 75 ഹാഫ് മൂൺ ഉണ്ടായിന്. അപ്പോൾ അതൊക്കെ ആ ബോക്സിലാക്കിയിട്ട് അവർക്ക് കൊടുക്കുകയായിരുന്നു. അപ്പോൾ എന്നും പറയുന്നത് പോലെ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നലെ ഇട്ട വീഡിയോയിൽ പ്രധാന ചർച്ച ആവശ്യമുണ്ടായത് മത്തങ്ങ ചെരങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ നാട്ടിൽ എല്ലാവരും പറയലുണ്ടോയെന്നറിയില്ല. ഞാൻ ജനിച്ച് വളർന്നപ്പോഴേ കേൾക്കുന്ന പേരാണ്. ഇതിനെ എൻ്റെ ഉമ്മ പറഞ്ഞ പേരാണ് ചെരങ്ങാന്ന്. നമ്മളങ്ങനെയാ പറയില്ലേ. ഇനി മത്തനോ ചെരങ്ങോ അതൊന്നും നമുക്കറിയില്ല. അതെന്തെങ്കിലും ആട്ടെ, ഓരോരുത്തരുടെ നാട്ടിൽ ഓരോ പേരല്ലേ. അങ്ങനെയല്ല പുതിയ പുതിയ പേര് ഓരോരുത്തർക്കും കിട്ടല്ലേ. അങ്ങനെ ആദ്യത്തെ ഓർഡർ വന്നിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. വണ്ടി വന്ന് അവർ വാങ്ങി കൊണ്ടുപോയിട്ടുണ്ട്. പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഫുള്ള് ഇതാ എനർജി വന്നിട്ട് ഞാൻ ഫുള്ള് പരത്തൽ ിട്ടുണ്ട്. പൈസ കയ്യിൽ കിട്ടുമ്പോൾ ഒരു പ്രത്യേക എനർജി അല്ലേ. ഞാനിത് കോണുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ പരത്തി റെഡിയാക്കുന്നത്. പിന്നെ ഇത് അനിയത്തി അതിൻ്റെ ഇടയിൽ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ദോശ ചുട്ടെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ദോശ ചുട്ട അതേ പാനിൽ തന്നെ കോണിന്റെ ഷീറ്റ് തിരിച്ചു മറിച്ചിട്ട് അതും ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. കഴിഞ്ഞ വീഡിയോന്റെ അടിയിൽ ഒരു കമന്റ് വന്നിട്ടുണ്ട്, അതിന് ഷീറ്റ് വാങ്ങിയിട്ട് സമോസ ഉണ്ടാക്കിയാൽ ലാഭം കിട്ടുമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയാൽ ലാഭം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഷീറ്റിന് തന്നെ നല്ല റേറ്റ് ഉണ്ട്. നമ്മൾ എത്ര കണ്ട് മെനക്കെടുന്നോ അത്ര കണ്ട് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാവും. നമ്മൾ പരമാവധി മെനക്കെട്ട് തന്നെ തയ്യാറാക്കിയാൽ നമുക്ക് അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിച്ചത്ര ലാഭവും നമുക്ക് കിട്ടും. അല്ലാണ്ട് എല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ നോക്കിയാൽ ലാഭവും അങ്ങനെ ഉണ്ടാവും. കാരണം ഷീറ്റൊക്കെ വാങ്ങുമ്പോൾ അത്യാവശ്യം റേറ്റൊക്കെ ആകും. അതുകൊണ്ടാണ് പറയുന്നത്. പിന്നെ ഇതാ നമ്മുടെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ മസാല റെഡിയാക്കി എടുക്കായിരുന്നു. മസാല ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. കുറേ പ്രാവശ്യം കാണിച്ചതുകൊണ്ട് പിന്നെ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുക്കാൻ നിന്നിട്ടില്ല. കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ. ആഗസ്റ്റ് 15 പോലെ ഉണ്ടല്ലേ. ഓറഞ്ചും വെള്ളയും പച്ചയൊക്കെ ആയിട്ട് നല്ല പതാകന്റെ കളറ്. അയ്യോ അടിപൊളി. അങ്ങനെ നമ്മൾ കോണിന്റെ മസാലയും റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാ അനിയത്തി ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും അടുത്ത ടീം എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്ക് ഉണ്ടായത് കേക്കും ബിരിയാണിയും കാജിയാണ്. പരിപ്പിന്റെ ബിരിയാണിയും കാജിയും. അങ്ങനെ അവർ വന്നപ്പോൾ അവർക്കും ഞാൻ പേക്കാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വാങ്ങിയവരൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോന്റെ അടിയിൽ എന്തായാലും കമന്റ് ചെയ്യുക. നിങ്ങൾ വാങ്ങിയ ഐറ്റംസിന്റെ ഫീഡ്ബാക്ക് ഒക്കെ ഇതിന്റെ അടിയിൽ കമന്റ് ആയിട്ട് ഇട്ടാൽ ബാക്കി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഒരു പ്രചോദനമാകുമെന്ന് വിചാരിക്കുന്നു. മെസ്സേജ് ആയിട്ടും പിന്നെ ഫോൺ വിളിച്ചിട്ടായിട്ടൊക്കെ നേരിട്ടൊക്കെ അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്. എന്നാലും ഇതിന്റെ അടിയിലൊക്കെ കമന്റ് ഇടുമ്പോൾ മറ്റുള്ളവർക്കും ഒരു ഇതാവില്ലേ. കാരണം കൂടുതൽ പേരും ഞങ്ങളോട് ഓർഡർ തരല് യൂട്യൂബിൽ കണ്ടിട്ട് വിളിച്ചിട്ടെന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ മസാലയൊക്കെ റെഡി ആയതിനു ശേഷം ഞങ്ങളിതാ വേഗം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുകയായിരുന്നു കോണ്. പിന്നെ അതിൽ മൈദയിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് നേർത്ത് സേമിയല്ലേ അതിലൊക്കെ ഒന്ന് കോട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കോണും റെഡി ആയിട്ടുണ്ട്. ഒരു 100 കോണിന് ഓർഡർ ഉണ്ടായിന്. അപ്പോൾ പിന്നെ അതിൽ കുറച്ചും കൂടെ ഒന്ന് അധികമാക്കി വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാമല്ലോ എന്നിട്ട്. കാരണം ഇപ്പം നല്ലോണം ഓർഡറും കാര്യങ്ങളും വരുന്നുണ്ട്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ചൊവ്വാഴ്ചത്തെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.